വടക്കൻ യമനിലെ ഗോത്രവിഭാഗമായ ഹൂതികൾ യുഎസ് സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. വ്യോമാക്രമണങ്ങളും മറ്റ് സൈനിക നടപടികളും ഉണ്ടായിരുന്നിട്ടും ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെയും ഇസ്രയേലിന് നേരെയും ഹൂതികൾ ആക്രമണങ്ങൾ നടത്തുന്നത് തുടരുകയാണ്. ഹൂതികൾക്കെതിരായ യുഎസ് തന്ത്രം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യോമാക്രമണങ്ങളിലൂടെ മാത്രം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്ന് ചിലർ വാദിക്കുന്നു. യമനിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു ബഹുമുഖ ഗ്രൂപ്പാണ് ഹൂതികൾ. അവരുടെ സൈനിക വൈദഗ്ധ്യവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവിലും ഹൂതികൾ പേരുകേട്ടവരാണ്. ഹൂതികളെ ലക്ഷ്യമിടാനുള്ള യുഎസ് ശ്രമങ്ങൾക്കിടയിലും ഗ്രൂപ്പിന്റെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ കേടുകൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഹൂതികൾക്കെതിരെ യുഎസ് സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ശ്രമങ്ങളൊന്നും തന്നെ ആവശ്യമായ സ്വാധീനം ചെലുത്തുന്നില്ലെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. ഹൂതികൾ ആക്രമണങ്ങൾ തുടരുകയാണ്. ചിലർ വാദിക്കുന്നത് യുഎസ് തന്ത്രം ഹൂതികളെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്. ഹൂതികളെ നേരിടാനുള്ള യുഎസ് സൈന്യത്തിന്റെ ശ്രമങ്ങൾ നിരവധി ആശങ്കകളാണ് ഉയർത്തിക്കാട്ടുന്നത്. ഹൂതികൾക്കെതിരായ യുഎസ് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളുടെ ചെലവ് അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം $1 ബില്യൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. നിക്ഷേപത്തിന് ആവശ്യമുള്ള ഫലങ്ങൾ നൽകുന്നുണ്ടോ എന്നും ചിലർ ചോദ്യം ചെയ്യുന്നു. യുഎസ് സൈനിക നടപടികളുമായി പൊരുത്തപ്പെടാനും പ്രതികരിക്കാനുമുള്ള കഴിവ് ഹൂതികൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ പ്രതിരോധ ശേഷിയാണ് യുഎസ് തന്ത്രത്തിനു മുന്നിൽ തിരിച്ചടിയാകാൻ പോകുന്നത്. യുഎസും ഹൂതികളും തമ്മിലുള്ള സംഘർഷത്തിനെ യമൻ പൗരന്മാരിൽ ഉൾപ്പെടെ ചെലുത്തുന്ന സ്വാധീനം വിശാലമായ പ്രാദേശിക പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. ഹൂതി സംഘർഷം ആധുനിക യുദ്ധത്തിലുണ്ടാക്കുന്ന വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നു. ഹൂതികളെ നേരിടാനുള്ള യുഎസ് സൈന്യത്തിന്റെ തന്ത്രപരമായ ശ്രമങ്ങളും അതിന്റെ ഫലപ്രാപ്തിയും പ്രാദേശിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്ഥിതിഗതികൾ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും വ്യോമാക്രമണത്തിലൂടെ മാത്രം ഹൂതികളെ ഒതുക്കാൻ യുഎസിന് കഴിയില്ലെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. അതായത് ലോക പോലീസായ അമേരിക്കയുമായി ഹൂതികൾക്ക് യുദ്ധം ചെയ്യുന്നതിന് തഴക്കം വന്നുവെന്ന് പറയാം. ഇത് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. അമേരിക്കയുമായുള്ള യുദ്ധം തുടരും തോറും ഹൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നാണ് യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. 80ഓളം ഹൂതി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് വിശകലന വിദഗ്ധർ കണക്കാക്കുന്നു. എന്നിരുന്നാലും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. മാർച്ച് പകുതിയോടെയാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതും യുഎസ് നാവിക കപ്പലുകളിൽ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതും. ഈ ആക്രമണ പരമ്പരകളെല്ലാം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഹൂതികൾ തുടരുകയാണ്.